ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ സ്വർണം പൂശാൻ എത്തിച്ചത് പുതിയ ചെമ്പുപാളി എന്നാണ് മൊഴി വരുന്നത്. വലിയ നിർണായകമായ ബ്രേക്കിംഗ്. സ്വർണം പൊതിഞ്ഞവ ആയിരുന്നില്ല, കാലപ്പഴക്കവും ഉണ്ടായിരുന്നില്ലെന്നും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. ഇതോടെ ചെന്നൈയിൽ എത്തും മുൻപ് ദ്വാരപാലക ശില്പപാളികൾ വിറ്റിരിക്കാമെന്ന ദേവസ്വം വിജിലൻസിന്റെ വിലയിരുത്തൽ. അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. RP സനൂപ് വിശദാംശങ്ങൾ. സനൂപ്, അതിഗുരുതരമായ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പൂർണ്ണമായി വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഈ സ്വർണം പൂശി നേരത്തെ സ്വർണം പൊതിഞ്ഞിരുന്ന, അതിൽ കാര്യമായി തൂക്കത്തിൽ സ്വർണം ഉണ്ടായിരുന്ന ആ പാളിയാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയത് മറ്റൊരു പാളിയാണ് എന്ന് പൂർണ്ണമായും തെളിവുകളോടുകൂടി കണ്ടെത്താൻ ദേവസ്വം വിജിലൻസിന് കഴിഞ്ഞു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? സൈഫുദ്ദീൻ ജിൽസി, ഇന്നലെയാണ് ദേവസ്വം വിജിലൻസ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയെടുത്തത്. അദ്ദേഹത്തിനോട് കഴിഞ്ഞ മുമ്പേ ദിവസം തന്നെ വരാൻ പറഞ്ഞിരുന്നെങ്കിലും അസൗകര്യം മൂലം ഇന്നലെയാണ് ഹാജരായത്. മാത്രമല്ല, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്നാണ് അവർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. അതിനിടയിലാണ് ഈ ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുന്നതും നിർണായകമായിട്ടുള്ള മൊഴി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതും. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭ്യമായിരുന്നു. അതായത് 2019 ഓഗസ്റ്റ് 29 ഈ പാളികൾ ചെന്നൈയിൽ എത്തിക്കുന്ന സമയത്ത് അത് പുതിയ ചെമ്പ് പാളിയാണ് തങ്ങൾക്ക് മുമ്പാകെ എത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരി. അതായത് സനൂപ്, ഈ പാളി മുഴുവനായിട്ടും ഇവർ ആ ശബരിമലയിൽ നിന്ന് എടുത്ത സ്വർണ്ണപ്പാളി അതല്ല ഈ ചെന്നൈയിൽ എത്തിച്ചത്. അതിന് പകരം ഒരു പുതിയ പാളി എത്തിക്കുകയാണ്. അതായത് ഈ സ്വർണം പൂശിയ പാളി മുഴുവനായും ഇവർ അടിച്ചു മാറ്റി കടത്തിയിരിക്കുന്നു, അല്ലേ? അതായത് ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി സ്വർണം പൂശണമെങ്കിൽ ചെമ്പ് പാളിയിൽ മാത്രമേ പറ്റൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ ജിൽസി മനസ്സിലാക്കിയതാണ്. മാത്രമല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ തന്നെ അഭിഭാഷകൻ മീഡിയാവിനോടക്കം ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് തന്നെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ദേവസ്വം വിജിലൻസ് ഇന്നലെ അവസാന നിമിഷം വിളിച്ചു വരുത്തിയത്. എന്തായാലും അതിൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം എത്തിച്ചത് പുതിയ പാളിയാണ്, അത് ചെമ്പ് പാളിയാണ്. സ്വർണം പൊതിഞ്ഞ പാളി ഒന്നും തന്നെ എത്തിയിട്ടില്ല. അതായത് ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഇളക്കി സ്വർണം പൊതിഞ്ഞ പാളികൾ അത് ചെന്നൈയിൽ എത്തും മുമ്പേ തന്നെ അത് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അതൊന്നുകിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കോ മറച്ചു വിറ്റിട്ടുണ്ട്, അതിൽ വലിയ ഗൂഢാലോചനയ്ക്ക് നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് മുമ്പാകെ ഉള്ളത്. ഇന്ന് കൊടുക്കാൻ പോകുന്ന ആ റിപ്പോർട്ടിൽ, അന്തിമ റിപ്പോർട്ടിൽ ഈ ഗുരുതര കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ അന്വേഷണവും ഇന്ന് തന്നെ ആരംഭിക്കും. FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം ADGP S വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആരംഭിക്കും. പക്ഷേ ഈ പറയുന്ന റിപ്പോർട്ടിലുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ അതിൽ ഹൈക്കോടതി എന്ത് പറയും എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം ഈ കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ഭരണസമിതിയും അതുപോലെ ഉദ്യോഗസ്ഥരും, ഇപ്പോൾ സസ്പെൻഷൻ ലഭ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യം ചെമ്പുപാളിയാണ് കൊടുത്തുവിട്ടതെന്നുള്ള കാര്യം പറയുന്നു. അത് ഉത്തരവായി തന്നെ രേഖപ്പെടുത്തി ചെമ്പുപാളിയാണ് കൊടുത്തുവിട്ടെന്ന് പറഞ്ഞ് ഉത്തരവിറക്കുന്നു. പക്ഷെ അതല്ല എന്നുള്ള കാര്യം, അതായത് കൊടുത്തുവിട്ടത് സ്വർണം പൊതിഞ്ഞ പാളിയാണെന്ന് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പക്ഷെ അത് ചെന്നൈയിലെത്തും മുമ്പേ തന്നെ എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് മറിച്ചു വിറ്റു എന്നുള്ള ഒരു സംശയമാണ് ദേവസ്വം വിജിലൻസിന് മുമ്പാകെയുള്ളത്. ഇനി ഹൈക്കോടതി ഈ റിപ്പോർട്ട് കണ്ട ശേഷം എന്ത് പറയുമെന്നുള്ളത് വളരെയധികം നിർണായകമാണ്. സൈഫുദ്ദീൻ ജിൽസി.